വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിനെതിരെ CBI അന്വേഷണം. CBI കൊച്ചി അന്വേഷണ യൂണിറ്റിനാണ് ചുമതല. രേഷ്മ ബാബു വീണ്ടും ചേരുകയാണ്. രേഷ്മ, ഈ വാർത്തയുടെ വിവരങ്ങൾ കൂടി. അത് 2018 വരവിൽ കവിഞ്ഞുകൊണ്ട് KM എബ്രഹാം സ്വത്ത് സമ്പാദിച്ചു എന്നതിൽ ഒരു CBIയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ജോമോൻ പുത്തൻപുരയ്ക്കൽ ഹർജി നൽകിയത്. ഈ ഹർജിയിലാണ് ജസ്റ്റിസ് K ബാബുവിന്റെ ബെഞ്ച് CBI അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. കൊച്ചി CBI യൂണിറ്റിനാണ് അന്വേഷണ ചുമതല നൽകിയിട്ടുള്ളത്. നിലവിലുള്ള വിജിലൻസിന്റെ പക്കലുള്ള എല്ലാ കേസ് രേഖകളും CBI യൂണിറ്റിന് കൈമാറാൻ കൂടി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2015 ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നപ്പോൾ വരവിൽ കവിഞ്ഞ് സ്വത്ത് KM എബ്രഹാം സമ്പാദിച്ചു എന്നുള്ളതായിരുന്നു ഹർജിയിലെ പ്രധാനപ്പെട്ട ആരോപണം. അത് മാത്രവുമല്ല, ഈ മുംബൈയിലെയും മറ്റിടങ്ങളിലെ ഫ്ളാറ്റുകളുടെ ലോണൊക്കെ, അപ്പാർട്ട്മെന്റുകളുടെ ലോണൊക്കെ അടയ്ക്കുന്നത് അത് കൃത്യമായിട്ടാണ്. പക്ഷേ തനിക്ക് ശമ്പളത്തെക്കാൾ കൂടുതൽ ലോൺ അടയ്ക്കാനായിട്ട് KM എബ്രഹാമിന് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതായിരുന്നു ഹർജിക്കാരൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും ഈ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുള്ള കേസ് അത് CBIക്ക് കൈമാറണമെന്നുള്ള ഉത്തരവാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി, കിഫ്ബി CEO എന്നീ പദവികളിലാണ് KM എബ്രഹാം തുടരുന്നത്. അതിനിടയിൽ തന്നെയാണ് തിരിച്ചടി എന്നുള്ള രീതിയിൽ CBIയുടെ അന്വേഷണത്തിന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത്. ശരി.